സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 15-ന്റെ 22. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ഈ സദൃശവാക്യം ശ്രദ്ധിക്കാം. ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. ഏതൊരു ഉദ്യമവും അതിന് 3 തരത്തിലുള്ള പരിണിത ഫലങ്ങൾ ഉണ്ടാകാം. ഒന്ന്, ഏത് ഉദ്ദേശത്തോടുകൂടെ നാം ആ ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചുവോ ആ ഉദ്ദേശങ്ങളുടെ സാക്ഷാത്കാരവും സന്തോഷവും. 2, ഏത് ഉദ്യമത്തോടെ നാം ആരംഭിച്ചുവോ ആ ആരംഭം പോലും കുറിക്കാനാകാതെ ഉദ്യമങ്ങൾ സ്വപ്നങ്ങളായി മാത്രം നിൽക്കുന്ന അവസ്ഥ. 3, ശുഷ്കാന്തിയോടെ ആരംഭിച്ചു, പക്ഷേ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ, ആവശ്യത്തിന് വിഭവങ്ങളില്ലാതെ, ശരിയായ ദിശയിലല്ലാതെ യാത്ര ചെയ്ത് ആ ഉദ്യമങ്ങൾ നാം നഷ്ടമാക്കുന്ന, ഉടഞ്ഞു പോകുന്ന, തകർന്നു പോകുന്ന അവസ്ഥ. സദൃശവാക്യക്കാരൻ ജ്ഞാനി ഓർമ്മിപ്പിക്കുകയാണ്, ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നതിന് കാരണം നാം ആവശ്യമായ ആലോചനകൾ സ്വീകരിക്കാത്തതുകൊണ്ട്, ആവശ്യമായി ആലോചിച്ച് ഉറപ്പിക്കാത്തതുകൊണ്ട്, എവിടെയൊക്കെ ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് സഹായം ആവശ്യമാണോ ആ തലങ്ങളൊക്കെ മുൻകാണുകയും ശരിയായ ആലോചന, ശരിയായ നിർദ്ദേശം സ്വീകരിക്കുകയും ആ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച് ആലോചന ഉദ്യമങ്ങളുടെ പൂർത്തീകരണത്തിന് എത്തിക്കുകയും ചെയ്യുന്ന അനുഭവം. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്നത് ജ്ഞാനമുള്ള ഉപദേശം, ശരിയായ ഉപദേശം ഏതൊരു ഉദ്യമത്തിൻ്റെയും വിജയത്തിന് അനിവാര്യമാണ്. എല്ലാ കാര്യങ്ങളും നാം ഒറ്റയ്ക്കങ്ങ് ചെയ്തേക്കാം എന്ന് കരുതിയാൽ, എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ആവശ്യത്തിനുള്ള പരിജ്ഞാനവും ജ്ഞാനവും എനിക്കുണ്ട് എന്ന് നാം കരുതിയാൽ, മറ്റുള്ളവരുടെ ഉപദേശവും സഹായവും എനിക്കാവശ്യമില്ല എന്ന് നാം കരുതിയാൽ, അവിടെയാണ് നാം പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അതുകൊണ്ട് ആലോചനയുടെ, ഉപദേശത്തിൻ്റെ പ്രാധാന്യത്തെ ജ്ഞാനി ആദ്യമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. എന്താണ് ആലോചനയുടെ, ആസൂത്രണത്തിൻ്റെ അർത്ഥം? എന്താണ് ആസൂത്രണത്തിൻ്റെ പ്രാധാന്യം? ഏതൊരു ഉദ്യമവും നാം ആരംഭിക്കുന്നതിന് മുമ്പായി അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ നാം ചിന്തിക്കാറുണ്ട്. നമുക്കുള്ള സ്ഥലത്ത് തന്നെ ഒരു ഭവനം പണിയുവാനായി നാം ശ്രമിക്കുന്നു എന്ന് കരുതുക. ആ ഭവനം പണിയുമ്പോൾ ആ ഭവന പണിയെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള നിർമ്മാതാക്കളുണ്ട്, ആർക്കിടെക്ട്സ്. അവരെ നാം കാണും. ഇതാണ് എനിക്കുള്ള ഭൂമിയുടെ ഘടന, ഇതാണ് ഒരു ഭവനത്തെക്കുറിച്ച് ഞാൻ വിഭാവന ചെയ്യുന്ന സ്വപ്നങ്ങൾ. എന്തൊക്കെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകണം, എന്തൊക്കെ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകണം എന്ന് നാം ആ വ്യക്തിയോട് സംസാരിക്കണം. അതിൻ്റെ രൂപഭംഗി ഏതു തരത്തിലുള്ളൊരു ഭവനമായിരിക്കണം, അത് തീർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് വിഭാവന ചെയ്യുവാനായി നാം ശ്രമിക്കുന്നു. ആ ആർക്കിടെക്റ്റ് ആകട്ടെ നമ്മോട് ചേർന്നിരുന്ന് ആ ഭൂഘടനയ്ക്ക് അനുസൃതമായി, നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി, നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസൃതമായി നമുക്ക് മനസ്സിനിണങ്ങുന്ന ഒരു ബ്ലൂ പ്രിന്റ്, ഒരു ചിത്രം വരച്ചു കാട്ടുകയാണ്. ഈ ഭവനം പണിതു തീരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി അത് പണിയുന്നതാരാണ്?
അത് പണിയുന്നതിനാവശ്യമായ സാങ്കേതിക മികവുള്ളവർ ആരൊക്കെയാണ്? നാം അവരോട് ചോദിക്കാറുണ്ട്. പണിയുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാം ഘട്ടങ്ങളിലാണ്? എത്ര വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്? ആ വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ? കുറവുണ്ടെങ്കിൽ ആ കുറവ് എങ്ങനെ നികത്തും? പകുതി വെച്ച് അവസാനിപ്പിച്ചു പോകാതെ നമുക്കിതെങ്ങനെ പൂർത്തിയാക്കാനായിട്ട് കഴിയും? ഭവനത്തിൽ മുതിർന്നവരോ കുഞ്ഞുങ്ങളോ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ അവ മാനിക്കപ്പെട്ടുവോ? ഒരുപാട് ഘടകങ്ങൾ ആസൂത്രണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ നമുക്കുണ്ടാകും. ജ്ഞാനം ഉള്ളൊരു വ്യക്തി അതിനുശേഷം സ്വന്തം പ്രയത്നത്താൽ അത് സാധ്യമാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവീക സഹായത്തിനായി കേഴും. ഒരുമിച്ച് പ്രാർത്ഥിക്കും. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നുവെന്ന തിരിച്ചറിവോടെ, യഹോവ ഭവനം കാക്കാതിരുന്നാൽ കാക്കുന്നവർ വൃഥ ജാഗരിക്കുന്നു എന്ന തിരിച്ചറിവോടെ അവർ പ്രാർത്ഥനയോടെ ഒരുക്കത്തിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ഏതു പ്രവൃത്തി നാം ചെയ്യുവാൻ ഒരുങ്ങുന്നുവോ അവയെക്കുറിച്ച് വിശദമായ ഒരു ലക്ഷ്യ നിർവചനം നാം നടത്താറുണ്ട്. എന്താണ് നാം ചെയ്യുവാനായി പോകുന്നത്? എങ്ങനെയാണ് നാം ചെയ്യുവാനായി പോകുന്നത്? എന്തിനാണ് നാം ചെയ്യുവാനായി പോകുന്നത്? ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം എന്തായിരിക്കും? അതിന് തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമാണോ? ആ തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കും? ഒടുവിൽ പൂർത്തീകരിച്ച പ്രവർത്തനം കൊണ്ട് നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കും? വെല്ലുവിളികൾ എന്തെല്ലാമായിരിക്കും? ആസൂത്രണത്തിൽ, ആലോചനയിൽ വ്യത്യസ്തങ്ങളായ വ്യക്തികളോട് ചേർന്ന് നാം ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ടാകും. അനുഭവ സമ്പത്തുള്ള ഉപദേശകരുടെ ആലോചന ഈ ഓരോ ഘട്ടത്തിലും സഹായിക്കും. ആ ഓരോ ഘട്ടത്തിലും അവരുടെ ജ്ഞാനം നാം സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ വിവേകപൂർണമായ സൂക്ഷ്മ നിരീക്ഷണത്തിന് അത് നമ്മെ സഹായിക്കുന്നു. ഒബ്സർവേഷൻ, ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ, ചെറിയ ചെറിയ സാധ്യതകൾ പോലും അതിൻ്റെ ഏറ്റവും മഹത്തായ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ, ചെറിയ ചെറിയ വെല്ലുവിളികൾ പോലും അത് വളരാതെ സൂക്ഷിപ്പാനായി അത് നമ്മെ സഹായിക്കുന്നു. വിവേകപൂർണമായ ഈ സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം സാധ്യതകളുടെയും അപകടങ്ങളുടെയും വിലയിരുത്തൽ നാം നടത്തുന്നു. ഈ സ്ഥലത്ത്, ഈ ഉദ്യമത്തിൽ നാം ഏർപ്പെടുമ്പോൾ എന്തെല്ലാമാണ് അതിൻ്റെ സാധ്യതകൾ, എന്തെല്ലാമാണ് അതിൻ്റെ വെല്ലുവിളികൾ? ആ സാധ്യതകളുടെ ഏറ്റവും മഹത്തായ, ഏറ്റവും മികച്ചതായ ഒരു പൂർത്തീകരണം എങ്ങനെ കഴിയും? വെല്ലുവിളികളെ എങ്ങനെ നേരിടുവാനായിട്ട് കഴിയും? പിന്നെ നമുക്ക് ആവശ്യം പരിശ്രമം, സ്ഥിരത എന്നതിനേക്കാൾ ഉപരിയായി പരിശ്രമിക്കുന്നൊരു സംഘത്തെയാണ്. സ്ഥിരവും വിശ്വസ്തവുമായൊരു സംഘത്തെ എങ്ങനെ രൂപപ്പെടുത്താം? ടീം ബിൽഡിംഗ്, നിരന്തരമായ വിലയിരുത്തൽ, മോണിറ്ററിംഗ്, ഇവാലുവേഷൻ, വിഭവങ്ങളുണ്ട് എന്ന് ഉറപ്പാക്കലും വിഭവങ്ങളുടെ ശരിയായ വിനിയോഗവും, ഇതൊക്കെ ഈ സൂക്ഷ്മ നിരീക്ഷണ പാടവത്തിൻ്റെ ആലോചന സ്വീകരിക്കുന്ന അനുഭവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങളായി നാം തിരിച്ചറിയുന്നു. വീണ്ടും ജ്ഞാനി പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് ചോദിച്ച് ഈ സദൃശവാക്യത്തെ വിലയിരുത്തുവാനായി നാം ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഉപദേശം തേടുന്നതിന് വിനയം അനിവാര്യമാണ്. മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നത് ഒരിക്കലും നമ്മുടെ ബലഹീനതയുടെ അടയാളമല്ല. മറ്റുള്ളവരുടെ ഉപദേശം തേടുന്നത് എപ്പോഴും നമ്മുടെ ശക്തിയുടെ പ്രതീകമാണ് എന്ന്, നമ്മുടെ കഴിവിൽ നമുക്ക് തന്നെയുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകമാണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ഞാൻ പറയുകയാണ്, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അനേകരെ ഒരുപാട് ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടില്ലാത്ത അനുഭവ പാഠങ്ങളാണത്. ആ അനുഭവ പാഠങ്ങളെ നാം കേൾക്കുവാൻ തയ്യാറാകണം, മനസ്സിലാക്കുവാൻ തയ്യാറാകണം, വിനയത്തോടെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. അരുത് മകനെ, അരുത് എന്ന് പറഞ്ഞ് മുതിർന്നവർ നമ്മെ ഉപദേശിക്കുമ്പോൾ മാറി ചിന്തിച്ചുകൂടെ എന്ന് സഹപ്രവർത്തകർ നമ്മെ ഉപദേശിക്കുമ്പോൾ, ഇങ്ങനെയായാലോ എന്ന് പുതുതലമുറ നമ്മോട് ആലോചന പറയുമ്പോൾ, ഈ ആലോചനകളിലൊക്കെയും കാമ്പും കഴമ്പും ഇല്ലയോ എന്ന്
വിലയിരുത്തുവാൻ, ചോദിക്കുവാൻ നമുക്കാകണം. ആ കാമ്പിൻ്റെയും കഴമ്പിൻ്റെയും വിലയിരുത്തലാണ് ശരിയായ ആലോചനയുടെ വിനിയോഗത്തിനായി സഹായിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, പൂർത്തീകരിക്കുന്ന സ്വപ്നങ്ങൾക്ക് കാരണമായി തീരുവാൻ കഴിയുന്നത് എന്ന് നാം തിരിച്ചറിയണം. കൂട്ടായ ഇടപെടൽ അത് ദർശനങ്ങളെ ശാക്തീകരിക്കുന്നു. ഒരുമിച്ച് ഒരു ഉദ്യമത്തിൽ നാം ഏർപ്പെടുമ്പോൾ ഞാൻ പണിയുന്നത് ഒരുപക്ഷെ എൻ്റെ ഭവനമായിരിക്കും. പക്ഷേ ആ ഭവനത്തെക്കുറിച്ച് എൻ്റെ ജീവിത പങ്കാളിക്ക് തൻ്റേതായ സ്വപ്നങ്ങളുണ്ടാകും. എൻ്റെ മാതാപിതാക്കൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ടാകും. മക്കൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ടാകും. പ്രായോഗികമായി ഒരുപാട് കാര്യങ്ങൾ അനുഭവ സമ്പത്തിൽ നിന്ന് അയൽക്കാർക്ക് പറഞ്ഞു തരുവാൻ കഴിയും, മുതിർന്നവർക്ക് പറഞ്ഞു തരുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഏത് ഉദ്യമത്തിലും കൂട്ടായി കേൾക്കുവാൻ, അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുവാൻ, അതിൽ ശരിയേത്, ആവശ്യമായത് ഏത് എന്ന് വിവേചനം ചെയ്തറിയുവാൻ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ അത് നമ്മെ തീർച്ചയായും സഹായിക്കുകയും വേണം. കൂട്ടായ ഇടപെടൽ സഹകരണത്തിൻ്റെയും ശക്തിയുടെയും വ്യക്തതയുടെയും പ്രതികരണങ്ങളാണ്. ഒരുമിച്ച് ഇത് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നതിനേക്കാളുപരിയായി ഇത് നമ്മുടെ സ്വപ്നം എന്ന് പറയുവാൻ കുടുംബാംഗങ്ങളെ സഹായിക്കുന്ന അനുഭവം. നാം ഏത് ഉദ്യമത്തിൽ ആകുന്നതായാലും ശരി, ഒരുമിച്ച് ഇത് നമ്മുടെ ലക്ഷ്യമാകട്ടെ, ഇത് നമ്മുടെ സ്വപ്നമാകട്ടെ, ഇത് നമ്മുടെ ദർശനമാകട്ടെ എന്ന് പറയുവാൻ കഴിയുന്ന അനുഭവം. ആ കൂട്ടായ്മയ്ക്ക് ഉള്ള ശക്തി, കൂട്ടായ്മയ്ക്കുള്ള വ്യക്തത, അതിൻ്റെ ആഴങ്ങൾ നാം എപ്പോഴും തിരിച്ചറിയുവാൻ തയ്യാറാകണം. അന്യോന്യം കാണാതെ പോകുന്ന കാര്യങ്ങൾ കാണുവാൻ ഈ ചർച്ചകൾ, ഈ കൂട്ടായ ആലോചന സഹായിക്കുന്നു. ഞാനൊരിക്കലും മുൻ കാണാത്ത കാര്യങ്ങളാകും ഒരുപക്ഷെ എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞു തരിക. ഞാനൊരിക്കലും കേട്ടിട്ടില്ലാത്ത പുതിയ സാധ്യതകളാകും, സാങ്കേതിക വിദ്യയുടെ നൂതനമായ സാധ്യതകളാകും മറ്റൊരാൾ പറഞ്ഞു തരിക. പ്രായോഗിക തലത്തിൽ ഈ നൂതന വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള അപകടങ്ങളാകും വേറൊരാൾ പറഞ്ഞു തരിക. അതുകൊണ്ട് തന്നെ ഒരാൾ കാണാതെ പോകുന്ന ഒരു അപകടം മറ്റൊരാൾ കാണുകയും അന്യോന്യതയിൽ അവയെ വിലയിരുത്തുകയും ശരിയായ ദിശയിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നതിന് അത് നമ്മെ സഹായിക്കുന്നുവെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. നിഷ്പക്ഷമായ തീരുമാനങ്ങൾക്ക് സ്വതന്ത്ര ഉപദേശങ്ങൾ സഹായിക്കുന്നു. ഭിന്നമായ വീക്ഷണകോണുകളിലൂടെ ഒരു പ്രതിസന്ധിയെ നാം നോക്കിക്കാണുമ്പോൾ, വ്യക്തി താല്പര്യങ്ങളില്ലാതെ ഒരു യാഥാർത്ഥ്യത്തെ നാം നോക്കിക്കാണുമ്പോൾ അത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരു ഒഴിവ് നികത്തുവാനായി നിയോഗിക്കപ്പെടുന്ന ഒരു സമിതിയിൽ നിങ്ങൾ അംഗമാകുന്നു എന്ന് കരുതുക. നമ്മുടെ മുന്നിൽ ഒരുപക്ഷെ ഇന്റർവ്യൂവിനായി വരുന്ന ആളുകൾ, ആ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് വ്യത്യസ്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകാം. ഇന്ന് പലയിടങ്ങളിലും എനിക്ക് എന്ത് നേട്ടം എന്ന് ചോദിച്ച് അഴിമതിയുടെയും അന്യായത്തിൻ്റെയും വഴിയിൽ നിയമനങ്ങൾ നടക്കുന്ന സങ്കടകരമായൊരവസ്ഥ. എന്നാൽ മറ്റു ചില ഇടങ്ങളിലാകട്ടെ ഈ വ്യക്തിയുടെ സാധ്യതകൾ എന്താണ്, ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, ഈ സ്ഥാപനത്തിൻ്റെ ഭാവിയിൽ ഈ വ്യക്തിക്ക് നൽകുവാൻ കഴിയുന്ന സംഭാവനകൾ എന്താണ്, ആ സ്ഥാപനത്തെക്കുറിച്ച് ദർശനം എന്താണ്, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ദർശനം എന്താണ്, ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസ സംഹിതയാണ് അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത്, വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവരുടെ ധാരണ എന്താണ്, ആ വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ അറിവെന്താണ്. അനവധി കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ച് ചർച്ച ചെയ്തതിന് ശേഷം വ്യക്തി താല്പര്യങ്ങളില്ലാതെ, സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ഒരു നിയമനം നടക്കുമ്പോഴാണ് അവിടെ ആ സ്ഥാപനത്തിന് ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു വ്യക്തിയെ നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയുക. നിഷ്പക്ഷമായ തീരുമാനങ്ങൾ എടുക്കുവാനായി ഒരുമിച്ചുള്ള കൂട്ടായ ആലോചന, ഒരുമിച്ചുള്ള കൂട്ടായ വിലയിരുത്തൽ, ആ വിലയിരുത്തലിനൊടുവിൽ നാം കണ്ടെത്തുന്നതായിട്ടുള്ള തീരുമാനം എല്ലാവരുടെയും തീരുമാനമായി മാറുമ്പോൾ അവിടെയാണ് കൂട്ടായ ആലോചന ഉള്ളെടുത്ത് ലക്ഷ്യങ്ങൾ അത് ഉദ്ദേശ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കപ്പെടുന്നു. ആലോചന എവിടെ ഇല്ലാതെ പോകുന്നുവോ
അവിടെ നാശത്തിലേക്ക് കടന്നു പോകുന്നു. പണം വാങ്ങുന്നു, നിയമനം നടത്തുന്നു. ആ വ്യക്തിയെ കൊണ്ട് ആ സ്ഥാപനത്തിനോ ആ വ്യക്തി പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കോ സമൂഹത്തിനോ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് പറയുവാനായിട്ട് കഴിയും. കാരണം പുറംവാതിലിലൂടെ കടന്നു വന്നവൻ കള്ളനും കവർച്ചക്കാരനുമായി മാത്രമേ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള വ്യക്തമായ മുന്നറിവ് വേദവചനം നമുക്ക് നൽകുന്നത് കൊണ്ടാണത്. വീണ്ടും ഈ സദൃശവാക്യം നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. ആസൂത്രണത്തിൻ്റെ വൈവിധ്യവും ആസൂത്രണത്തിൻ്റെ ഘടനയും ആസൂത്രണത്തിൻ്റെ ദിശയും നാം ചിന്തിക്കണം എന്നതാണ് അവിടെ പറയുന്നത്. വൈവിധ്യങ്ങൾ, അതാണ് അഭിപ്രായങ്ങളുടെ ആലോചനയുടെ പ്രത്യേകത. രണ്ട് വ്യക്തികളോട് നാം സംസാരിക്കുമ്പോൾ രണ്ട് വ്യക്തികളും ഒരേ ചോദ്യത്തോട് പ്രതികരിക്കുന്നത് ഒരുപോലെയാകണമെന്നില്ല. ആ രണ്ട് ആലോചനകളും അവരുടെ ആലോചനകളാണ്. അത് ശിരസാ വഹിക്കണമെന്നുമല്ല. എന്നാൽ വ്യത്യസ്തങ്ങളായ ആലോചനകൾ കേൾക്കുമ്പോൾ ഈ ആലോചനകളുടെ വൈവിധ്യം നമ്മുടെ ചിന്താസരണിയെ വിശാലമാക്കുകയും വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി വിശാലമായി ചിന്തിക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആ ആലോചനയുടെ ഘടന, ആ ആലോചനയുടെ ദിശാബോധം നമുക്ക് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ കൂടുതൽ എളുപ്പമുള്ളതാക്കുന്നു. ആലോചനയില്ലാതെ എടുത്തുചാട്ടം, മുന്നിലുള്ളതായിട്ടുള്ള പ്രതിസന്ധികളെ മുൻകാണാതെയുള്ള എടുത്തുചാട്ടം പലപ്പോഴും യാത്രകളെ സങ്കീർണമാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. യഥാർത്ഥ വിജയം കൂട്ടായ പരിശ്രമത്തിൻ്റെ വിജയമാണ്. ഒറ്റയ്ക്ക് നേടുന്ന വിജയങ്ങളെക്കാളൊക്കെ ഉപരിയായി കൂട്ടായി നേടുന്ന വിജയങ്ങളുടെ ആഴമായ സാധ്യതകൾ നാം തിരിച്ചറിയണം. ദൈവം ജ്ഞാനമുള്ള ബന്ധങ്ങളെ വിലമതിക്കുന്ന ദൈവമാണ്. ആ ബന്ധങ്ങൾ കൂട്ടായ്മയുടെ അനുഭവമായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭയെക്കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങളിൽ, സഭയെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളിൽ കൂട്ടായ്മ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു അനുഭവമായി മാറുന്നത്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ മാനിക്കപ്പെടുമ്പോൾ, ഓരോരുത്തരുടെയും ചിന്തകൾ മാനിക്കപ്പെടുമ്പോൾ, ഓരോരുത്തർക്കും പറയാനുള്ളത് കേൾക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ, രണ്ട് ചെവിയും ഒരു നാവും ഇരട്ട കേൾക്കുവാൻ വേണ്ടിയാണെന്നുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് ആലോചനയുടെ ബാഹുല്യം, ബഹുലത, അത് നന്മയുടെ അനുഭവമായി നമ്മുടെ മുമ്പാകെ വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ഞാൻ ഈ പറയുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായി വീണ്ടും ശ്രമിക്കുമ്പോൾ, ആലോചന ഒരു നൈതിക പ്രവർത്തനമാണ്. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ള പരിണിത ഫലങ്ങളുണ്ട്. നാം ചെയ്യുന്ന ഈ പ്രവൃത്തി സത്യമാണോ? സത്യനിഷ്ഠയിൽ ചെയ്യുവാൻ കഴിയുന്നതാണോ? സുതാര്യതയോടെ ചെയ്യുവാൻ കഴിയുന്നതാണോ? നൈതിക ബോധത്തോടെ ചെയ്യുവാൻ കഴിയുന്നതാണോ? നീതിബോധ്യത്തോടെ ചെയ്യുവാൻ കഴിയുന്നതാണോ എന്ന് മുന്നവേ അറിയുവാനും ചർച്ച ചെയ്യുവാനും ആലോചനയുടെ ബഹുത്വം എപ്പോഴും നമ്മെ സഹായിക്കുന്നു. ഈ പ്രവൃത്തി വ്യക്തിപരമായി എൻ്റെ നേട്ടങ്ങളെക്കാൾ ഉപരിയായി സമൂഹത്തിൻ്റെ കൂട്ടായ നന്മയ്ക്ക്, ദ ഗ്രേറ്റർ ഗുഡ്, ഉതകുന്നതാണോ എന്ന്, ദ ഗ്രേറ്റർ യൂസ്ഫുൾനെസ്, കൂടുതൽ ആളുകളുടെ ഉപകാരപ്രദ ആയ അനുഭവത്തിലേക്ക് ഉതകുന്നതാണോ എന്ന് ചോദിക്കുവാൻ, അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, ദൂരവ്യാപകമായ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്തുവാനും ശരിയായ ആലോചനയ്ക്ക് കഴിയുന്നു. നീതിനിഷ്ഠയും നേരുബോധവും എന്ന് പറയുന്നത് പോലെ തന്നെ ആരുടെയും കണ്ണിൽ കണ്ണുനീര് വീഴ്ത്താതെ തീരുമാനം ശരിയായിരുന്നുവെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിൽ ദൈവസന്നിധിയിൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനായി അത് നമ്മെ സഹായിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്നാൽ അതോടൊപ്പം തന്നെ ആലോചനയില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആലോചന ഇല്ലാഞ്ഞാൽ
ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുന്നത് മാത്രമല്ല ആലോചന. മുന്നമേ നിർണയിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ആലോചന. ആലോചന ഇല്ലാത്ത പ്രവർത്തനത്തിന്റെ ഫലമായി സംഭവിക്കുവാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് മുന്നറിവുണ്ടാകുവാൻ ജ്ഞാനി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആലോചനയില്ലാത്ത പ്രവർത്തനം പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് നടത്തുന്നു. പലപ്പോഴും ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു ഉദ്യമത്തിൻ്റെയോ പരാജയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു വ്യക്തിയുടെ ആ ഒരു തെറ്റായ തീരുമാനമായിരുന്നു ഈ സർവനാശത്തിൻ്റെയും കാരണം. അയാൾ അന്ന് ആ നിയമനം നടത്തിയില്ലായിരുന്നെങ്കിൽ, അയാൾ അന്ന് ആ പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ നാം ഇന്ന് വന്നുപെട്ടിരിക്കുന്ന അപജയത്തിലേക്ക് വന്നെത്തുകയില്ലായിരുന്നുവെന്ന് അടിവരയിട്ട് പറയുന്ന അനുഭവം. ആലോചനയില്ലാത്ത പ്രവർത്തനം, എടുത്തുചാട്ടത്തിലൂടെയുള്ള പ്രവർത്തനം പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് വഴി നടത്തുന്നു. ആലോചനയില്ലാത്ത പ്രവർത്തനം പരാജയത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. കാഴ്ചകൾക്കപ്പുറം കാണുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ, കേൾവികൾക്കപ്പുറം കേൾക്കുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ, ആലോചനയുടെ പൊരുൾ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ അത് ഒരുപക്ഷേ കുറവുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന അനുഭവമായി മാറുന്നു. വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളിലൂടെ, ദൃഷ്ടികോണുകളിലൂടെ ഒരു യാഥാർത്ഥ്യത്തെ കാണുന്നവർ തങ്ങളുടെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുന്നാലെ വയ്ക്കുമ്പോൾ ആ കാഴ്ചപ്പാടുകളുടെയൊക്കെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രതികരിക്കുവാൻ, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ അത് നമുക്ക് ശക്തിയായി മാറുന്നു. ആലോചനയില്ലാത്ത തീരുമാനം പലപ്പോഴും വിവേകശൂന്യമായ, വിവേചനശൂന്യമായ തീരുമാനങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ആലോചനയുള്ള ഇല്ലാത്ത തീരുമാനങ്ങളാണ് പലപ്പോഴും തിടുക്കത്തിൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ. അവധാനതയോടെ അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ, വരും വരായികകളെക്കുറിച്ച് വിലയിരുത്തുവാൻ, അതുണ്ടാക്കുന്ന ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നതൊപ്പം തന്നെ അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ നമുക്ക് മാത്രമല്ല, നാം ചെയ്യുന്ന ഉദ്യമങ്ങൾ മറ്റുള്ളവർക്ക് വരുത്തുവാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ, നഷ്ടങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായി നാം തയ്യാറുള്ളവരായിരിക്കണമെന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ്. സമയം, വിഭവം എന്നിവയുടെ നഷ്ടപ്പെടൽ അത് ഈ ആലോചനയില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപെടും. ഒരു ദേവാലയ നിർമ്മിതിയുടെ അനുഭവത്തിൻ്റെ മധ്യേ ഒരു അനുഭവമുണ്ടായി. ദേവാലയ നിർമ്മിതിയിൽ വളരെ അവഗാഹമായ അറിവുണ്ടായിരുന്നവർ ദേവാലയത്തിൻ്റെ മേൽക്കൂര പണിയുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാകാറാകുമ്പോഴാണ് പരിണിതപ്രജ്ഞനായ വയോധികനായ ഒരു എഞ്ചിനീയർ ഇത് കാണാനായിട്ട് വന്നത്. അദ്ദേഹം ആ കെട്ടിടത്തിന് ചുറ്റുമൊന്ന് നടന്നു. ഈ കൂരപ്പണി ചെയ്തു വെച്ചിരിക്കുന്ന അനുഭവങ്ങളൊക്കെയും ട്രസ് വർക്കൊക്കെയും അദ്ദേഹം ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ കാറ്റിൻ്റെ ഗതിയെ മനസ്സിലാക്കാതെ നിങ്ങൾ കൂര പണിയുകയാണെങ്കിൽ ആ കാറ്റ് അല്പം കൂടുതൽ അടിക്കുകയാണെങ്കിൽ ആ കാറ്റിൻ്റെ ശക്തിയെ നേരിടുവാൻ ഈ കൂരയ്ക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ഈ കൂരപ്പണി ഈ സ്ഥലത്തുള്ള ഒരു ദേവാലയത്തിന് ഉതകുന്നതല്ല. പകുതി പണി കഴിഞ്ഞിരുന്നു. ഈ വയോധികന്റെ ഉപദേശത്തെ തൃണവൽക്കരിച്ച് പണി മുമ്പോട്ട് പോവുക എന്നത് ഒരു സാധ്യത. എന്നാൽ മറുവശത്ത് അങ്ങനെ നാം ചെയ്താൽ ഒരു ശക്തമായ കാറ്റിൽ അത് പറന്ന് എന്തെങ്കിലും അപകടങ്ങളുണ്ടായാൽ ആ അപകടങ്ങൾക്കും നാം ഉത്തരവാദികളായിരിക്കും എന്ന ബോധ്യം ചിലർക്കുണ്ടായി. കൂട്ടായ ആലോചനകൾ നടന്നു. പണി ചെയ്തതത്രയും സമയവും അതുപോലെ തന്നെ വിഭവങ്ങളും പണവും നഷ്ടമായേക്കാമെങ്കിലും ഭാവിയിൽ വരുവാനിരിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കുവാനായി ഈ വയോധികനായ മനുഷ്യൻ പറഞ്ഞ അഭിപ്രായം മാനിച്ച് വ്യത്യസ്തമായ രീതിയിൽ കൂര ചെയ്യുവാനൊടുവിൽ തീരുമാനമായി. അവിടെയാണ്
ആലോചനയില്ലാതെ എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും സമയവും വിഭവങ്ങളും നഷ്ടമാക്കുന്ന അനുഭവത്തിൽ എത്തുകയും മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുന്ന അനുഭവമായി മാറുകയും ചെയ്യുന്നത്. എന്നാൽ മറുവശത്ത് ആലോചനയോടെ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ, ആലോചനയോടെ ബഹുത്വത്താൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ആ തീരുമാനങ്ങൾ ശരിയായ ദിശയിൽ ഉള്ള തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ ദിശയെ നിർണയിക്കുവാൻ കഴിയുന്ന തീരുമാനങ്ങളാണ്. വ്യക്തമായ ദിശാബോധമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ആലോചനയോട് കൂടിയ പ്രവർത്തനങ്ങൾ വ്യക്തമായി നമ്മെ സഹായിക്കുന്നു. അത് പരാജയത്തിൻ്റെ വെല്ലുവിളികളുടെ സാധ്യത കുറയ്ക്കുന്നു. കാരണം ആ വെല്ലുവിളികളെ മുൻകാണുവാനും ആ വെല്ലുവിളികളെ ഒഴിവാക്കുവാനും നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ആലോചനയോടുകൂടിയുള്ള തീരുമാനങ്ങൾ വിവേകപൂർണമായ തീരുമാനങ്ങളായി മാറുന്നു. അത് പ്രശ്ന പരിഹാര സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയായി പ്രശ്ന പരിഹാര സാധ്യതകളെ വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങളായി അത് മാറുന്നു. വെല്ലുവിളികൾ മുൻകൂട്ടി കാണുവാൻ കൂട്ടായ ആലോചന നമ്മെ സഹായിക്കുന്നു. പരസ്പര വിശ്വാസവും ഐക്യവും ഉറപ്പാക്കി പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ അത് സഹായിക്കുന്നു. സമയം, വിഭവം എന്നിവയുടെ വളരെ സമർത്ഥമായ വിനിയോഗത്തിലേക്ക് അത് വഴിതെളിക്കുന്നു. നൈതികതയും നീതിയും അത് ഉറപ്പാക്കുന്നു. സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അത് കൂടി വ്യാപരിക്കുന്നു. ചരിത്രം തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എത്ര നല്ല തീരുമാനങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു. മറുവശത്താകട്ടെ തിരിഞ്ഞു നോക്കി ചരിത്രം മൂക്കത്ത് വിരൽ വയ്ക്കുന്ന തീരുമാനങ്ങളായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്നേഹിതരെ, സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ജ്ഞാനി മുൻവെക്കുന്നതായിട്ടുള്ള കാതലായ ചിന്ത, ഏത് ഉദ്യമങ്ങളിൽ നാം ഇറങ്ങിപ്പുറപ്പെട്ടാലും ഏത് ഉദ്ദേശത്തോടുകൂടി നാം ആ പ്രവൃത്തി ചെയ്താലും ആ ഉദ്യമങ്ങൾ, ആ പ്രവൃത്തികൾ അത് കൂട്ടായ ആലോചനയോടുകൂടെ ചെയ്യണം. കൂട്ടായ ആലോചനകൾ ഉൾക്കൊണ്ട് ചെയ്യണം. ഒരുമിച്ച് തീരുമാനങ്ങൾ എടുത്ത് ചെയ്യണം. ഒറ്റയ്ക്ക് എടുത്തു ചാടരുത്. അങ്ങനെ ചെയ്താൽ അത് ആ ഉദ്യമങ്ങളുടെ സാക്ഷാത്കാരത്തിലേക്ക് വഴി നടത്തും. C.S. ലൂയിസ് ഒരിക്കൽ പറഞ്ഞു, 2 ചിന്തകൾ ഒരു ചിന്തയേക്കാൾ എപ്പോഴും നല്ലതാണ്. ചിന്തയുടെ ബഹുലത അത് തീരുമാനങ്ങളുടെ ശരിയിലേക്ക് നയിക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങളിലും പ്രായോഗികമായ അനവധി ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു തീരുമാനമാണ്. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അത് സാധിക്കുന്നു. ഈ സദൃശവാക്യത്തിൻ്റെ ഇതിലും അവഗാഹമായ പൊരുൾ ഗ്രഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. നമ്മുടെ ഓരോ തീരുമാനങ്ങളും നീതിബോധത്തോടുകൂടെ അവധാനതയോടുകൂടെ ആലോചനകൾ സ്വീകരിച്ച് ശരിയായ രീതിയിൽ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ.